എല്ലാവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളൊരു ന്യൂസ് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. യുകെയിൽ വെച്ചിട്ട് ഒരു നേഴ്സ് കുഴഞ്ഞു വീണ് മരിച്ചു. അതിനുശേഷം അവരുടെ ഹസ്ബൻഡ് ആത്മഹത്യ ചെയ്തു. ഒരാഴ്ചയ്ക്ക് ശേഷം ആത്മഹത്യ ചെയ്തു. യുകെയിൽ വെച്ചിട്ടാണ് സംഭവം. അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഈ ന്യൂസാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര വിഷമം ഉളവാക്കുന്ന ഒരു ന്യൂസാണത്. കാരണം ഒന്നാമത് നമ്മുടെ നാട്ടിലല്ല, യുകെയിലാണ്. ഒരു വിദേശ രാജ്യത്താണ്. അവർ ആ നേഴ്സായ ഭാര്യ കുഴഞ്ഞു വീണ് മരിച്ചതാണ്. അവരുടെ സ്വാഭാവിക മരണമാണ്. എന്നാൽ ഈ ഹസ്ബൻഡ് ആ ദുഃഖം താങ്ങാനാകാതെ അദ്ദേഹം പോയിട്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ള ന്യൂസ് നമ്മൾ കേൾക്കുവാനിടയായി തീർന്നു. ഇതിനകത്തുനിന്ന് നമ്മൾക്ക് ഭയങ്കര വിഷമം തോന്നും. കാരണം ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ, അതുമല്ല ഒരു രാജ്യത്താണ് ഈ കുഞ്ഞുങ്ങൾ കിടക്കുന്നത്. ഈ അന്യരാജ്യത്ത് ആ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഒരു നിമിഷം ഈ വ്യക്തി ഒന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും അദ്ദേഹം അത് ചെയ്യത്തില്ലായിരുന്നില്ല, ആത്മഹത്യ ചെയ്യത്തുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന് ദുഃഖം താങ്ങാൻ പറ്റുന്നുണ്ടാകത്തില്ല, അതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ എന്നാലും ആ കുഞ്ഞുങ്ങളെ ഓർക്കണമായിരുന്നു. അദ്ദേഹം അത് ഓർത്തില്ല. ഇനി അവിടെയുള്ള സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഒക്കെ കൂടെ ആ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് കയറ്റി അയക്കും എന്നൊക്കെ നമ്മൾക്ക് പ്രതീക്ഷിക്കാം. കാരണം വിദേശത്ത് പോയി കഴിയുമ്പോൾ പരസ്പരം സഹായിക്കുന്ന ഒരു മൈൻഡ് യുകെയിലുള്ളവർക്കൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർ അങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ടോപ്പിക് അതല്ല. എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് എവിടെ എടുത്തു നോക്കിയാലും നമ്മളുടെയൊക്കെ ഒരു മനസ്സിലോട്ട് കടന്നു വരുന്ന ചിന്തയാണ്, മക്കളെ പഠിപ്പിക്കാനാണെങ്കിൽ വിദേശത്തേക്ക് വിടണം, വിദേശത്ത് പോയി പിള്ളേർ പഠിച്ചു വരട്ടെ, അല്ലെങ്കിൽ വിദേശത്തു നിന്നാണ് അവർക്കൊരു ഫ്യൂച്ചർ ഉണ്ടാകുന്നത് എന്നാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ പഠിച്ചാൽ പിള്ളേർ പഠിക്കുകയില്ലേ? പഠിക്കും. ഇവിടെയും അന്യ സംസ്ഥാനങ്ങളിൽ പോയി പഠിച്ചാലും പഠിക്കത്തില്ലേ? പഠിക്കും. എന്തിനേറെ നമ്മുടെ കേരളത്തിൽ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി വീടും കിടപ്പാടവും വരെ പണയം വെച്ച് നമ്മൾ വിദേശ രാജ്യങ്ങളിലോട്ട് അയക്കുകയാണ്. കാനഡ, UK അങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ നമ്മൾ പിള്ളേരെ അയക്കുകയാണ്. ഇനി രണ്ടാമത് എന്തെങ്കിലും ആവട്ടെ, വിദേശത്തൊരു ജോലി, അതാണ് എല്ലാവരുടെ സ്വപ്നം. നമ്മൾക്കറിയാം ഇവിടെ ജോലി സാധ്യത കുറവാണ്, സാലറി കുറവാണ്. അതൊക്കെ ഉള്ള വെച്ച് നോക്കുമ്പോൾ വിദേശത്ത് പോയി എങ്ങനെയെങ്കിലും സെറ്റിലാകണം എന്നുള്ളൊരു ചിന്ത തന്നെയാണ്. എന്നാൽ ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ജീവിക്കാനും ഉണ്ണാനും ഉടുക്കാനും കിടക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ അങ്ങ് കൂടാം എന്ന് വിചാരിക്കുന്ന സാധാരണക്കാരുമുണ്ട്. എന്നാൽ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊന്നും ഇങ്ങനെ ഒരു ചിന്ത വരുന്നില്ല. അതിൻ്റെ കാരണം വിദേശത്ത് പോയി എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കണം. ഇനി പൈസയുള്ളവരും അങ്ങോട്ട് തന്നെ പോകും. അതിൻ്റെ കാരണം എന്താണ്? പൊങ്ങച്ചം കാണിക്കുക, നാട്ടിൽ വന്ന് പൊങ്ങച്ചം കാണിക്കുക. നമ്മൾക്കറിയാം വിദേശ രാജ്യങ്ങളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ യാതൊരു വിലയും ഈ ചെല്ലുന്നവർക്കുണ്ടാകത്തില്ല. അവരെ സെക്കൻഡ് പൗരന്മാരായിട്ട്, അല്ലെങ്കിൽ ഇനി എന്തൊക്കെ കിട്ടിക്കഴിഞ്ഞാലും അവരെ സെക്കൻഡ് പൗരന്മാരായിട്ട്, അല്ലെങ്കിൽ വേറെ കുടിയേറി വന്നവർ എന്നൊരു ഗണത്തിൽ മാത്രമേ ഇവർ പെടുത്തത്തുള്ളൂ. ഇവരൊക്കെ ഇവിടെ വന്നു കഴിയുമ്പോഴാണ് ഈ പൊങ്ങച്ചങ്ങളൊക്കെ കാണിക്കത്തുള്ളൂ. അവിടെ ഒന്നുമില്ല എന്ന് വെച്ച് വിദേശത്ത് ജോലി ചെയ്യുന്നവരെ ഞാൻ കളിയാക്കുകയൊന്നുമല്ല. ഞാൻ പറഞ്ഞത് പരമാവധി സാധ്യതകളില്ല എങ്കിൽ അങ്ങോട്ടൊക്കെ പോകാതെ ഇവിടെ തന്നെ ജീവിക്കാൻ നോക്കുക. ഇനി അതല്ല എങ്കിൽ നമ്മൾക്ക് 2 പേർക്കും ജോലി, അതായത് ഹസ്ബൻഡിനും വൈഫിനും ഒക്കെ ജോലി സെറ്റായി കഴിഞ്ഞാൽ പിള്ളേരെ അടക്കം അങ്ങോട്ട് കൊണ്ടുപോകത്തുള്ളൂ. ഒരാളുടെ ജോലി കൊണ്ട് പോകത്തില്ല. ഇപ്പം ആ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ നോക്കിയാൽ അദ്ദേഹത്തിന് ജോലി ഉണ്ടായിരുന്നു എന്ന് നമ്മൾക്ക് അറിഞ്ഞുകൂടാ. കാരണം അവർ നേഴ്സായിരുന്നു. അവർ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹം ഇനി സ്നേഹം കൊണ്ട് പോയതാണോ, ഇനി അതല്ല പിന്നെ പ്രാരാബ്ദങ്ങളെ പേടിച്ച് ഒളിച്ചോടിയതാണോ എന്നൊന്നും നമ്മൾക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ 2 പേർക്കും ജോലി ഉണ്ടെങ്കിൽ കുടുംബമായിട്ടൊക്കെ അവിടെ സെറ്റിലാകാൻ പാടുള്ളൂ. കാരണം അവിടുത്തെ നിയമങ്ങളൊക്കെ അങ്ങനെയാണ്. അത് ഏത് നിമിഷം വേണമെങ്കിലും മാറി മറിയാം. കയറി ചെല്ലുന്നവർക്ക് എപ്പോഴും ഇപ്പം UK നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ടു. കുറേ മലയാളികൾ അവിടെ കിടന്നുകൊണ്ട് റോട്ടി വരെ ഡാൻസ് കളിക്കുന്ന കുറേ തലതെറിച്ച പെണ്ണുങ്ങളുടെ വീഡിയോയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ തല്ലി ഓടിച്ചില്ലെങ്കിൽ അവരെ പറയേണ്ട കാര്യമുള്ളൂ. കാരണം നമ്മൾ വേറൊരാളുടെ രാജ്യത്ത് ചെന്ന് കഴിയുമ്പോൾ ആ ഒരു രാജ്യത്തെ നിയമങ്ങൾക്ക്, ആ ഒരു രാജ്യത്ത് നമ്മൾ കീഴടങ്ങിയിരിക്കാൻ പഠിക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ ഇവിടെയൊക്കെ തന്നെ കിടന്നുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ഇവിടെ കിടന്നുകൊണ്ട് ഷോ ഓഫ് കാണിക്കുന്നതായിട്ട് അങ്ങോട്ട് ചെന്നിട്ട് കാര്യമുണ്ടോ? ഒരു സ്ത്രീയിൽ കുറേ എണ്ണങ്ങളുണ്ട് റോഡിൽ കിടന്നുകൊണ്ട് ഡാൻസ് കളിക്കുകയും റീൽസ് എടുക്കുകയൊക്കെ ചെയ്യുന്നവർ. അപ്പം നമ്മളൊന്ന് ആലോചിക്കണം. നമ്മൾ ഇന്ത്യൻസാണ്. നമ്മളെ അവർ വിളിക്കുന്നത് റെഡ് ഇന്ത്യൻസ് എന്നാണ്. നമ്മൾക്ക് എത്ര കളർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ അവരൊക്കെ വിളിക്കുന്നത് റെഡ് ഇന്ത്യൻസ് എന്നാണ്. ഓക്കെ, ഇനി നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഒരു ദരിദ്ര രാജ്യമായിട്ട് തന്നെ നമ്മുടെ ഇന്ത്യയെ അവർ കാണുന്നത്. അപ്പം നമ്മൾക്ക് ഈ പറയപ്പെട്ട വിലയൊന്നും കിട്ടത്തില്ല. പിന്നെ രണ്ടാമത് ഈ റോട്ടിൽ കിടന്ന് തുള്ളുന്നവരോ പെണ്ണുങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ കഴിഞ്ഞ് എത്രയോ നല്ല സുന്ദരികളാണ് അവിടെയുള്ള മാതാമ്മമാരൊക്കെ. അത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. പിന്നെ മലയാളം ചാനലാണ് ഇവിടെ, പിന്നെ എല്ലാം ഓടുമല്ലോ. അതുകൊണ്ടാണ് അവിടെ കിടന്നുകൊണ്ട് കളിക്കുന്നത്. പക്ഷേ നിങ്ങൾ കളിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് കൂടി ഓർക്കണം. അവരെ നമ്മൾ മാനിക്കണം. ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു സ്ത്രീ റോട്ടിൽ കിടന്നുകൊണ്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാറുകാരൻ പോവുകയാണ്. ശരിക്കും അയാൾക്ക് ഡിസ്റ്റർബൻസ് ആയി ഈ സ്ത്രീ അവിടെ കിടന്നുകൊണ്ട് ഡാൻസ് കളിക്കുന്നത് കണ്ടിട്ട്. എന്നിട്ടും അവർ തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അവരെ അടിച്ചോടിച്ചില്ലെങ്കിൽ പറയാനുള്ളൂ. ഓക്കെ,
അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനാണ് അവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആദ്യം ഈ ഒത്തിരി പൊങ്ങച്ചം കാണിക്കാൻ എന്തിനാണ് ഈ ഒത്തിരി പൊങ്ങച്ചം കാണിക്കാൻ പോകുന്നത്? നമ്മൾ വിചാരിക്കും നമ്മൾ ഒത്തിരി പൊങ്ങച്ചം കാണിച്ചു കഴിയുമ്പോൾ അതൊക്കെ ആൾക്കാരൊക്കെ നോക്കി നമ്മളെ ഏതാണ്ട് തലയെ കയറ്റി വെച്ചേക്കുന്നത്. അങ്ങനെയൊന്നും ഇല്ല. ഇപ്പോൾ ഈ ലോകത്ത് നമ്മൾക്കറിയാം, ഈ അംബാനിയുടെയും അതുപോലെയുള്ളവരുടെയൊക്കെ ആഡംബരങ്ങളും ആഡംബര വാഹനങ്ങളും ഒക്കെ ആൾക്കാർ കണ്ടിരിക്കുവാണ്. അപ്പോൾ ഇവിടെ കിടന്നുകൊണ്ട് ഈ ചെമ്മീൻ തുള്ളുന്ന പോലെ മുട്ട കിടന്നുകൊണ്ട് തുള്ളിയാൽ ഇതിന് മാത്രം വിലയൊന്നും ആരും കൊടുക്കത്തില്ല എന്നുള്ളതാണ് ഇതിനകത്ത് വലിയ വാസ്തവമായ കാര്യം. പിന്നെ ആൾക്കാർക്ക് ഇപ്പം വിവരവും ബോധവും ഒക്കെ ഉണ്ട്. പണ്ടൊക്കെ ആയിരുന്നു, അയ്യോ അങ്ങ് ദുബായിൽ നിന്ന് വരുന്നു, അല്ലെങ്കിൽ അങ്ങ് അവിടെ നിന്ന് വരുന്നു, UK നിന്ന് വരുന്നു, അമേരിക്കയിൽ നിന്ന് വരുന്നു, യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് വരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആൾക്കാർ ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ. ഇപ്പം അങ്ങനെയൊന്നുമില്ല. നിനക്കുണ്ടെങ്കിൽ നിനക്കുണ്ട്, അത്ര തന്നെ. ആൾക്കാർ വലിയ മൈൻഡിലൊന്നും പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞാൻ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് എതിരായിട്ടൊന്നും അല്ല പറയുന്നത്. ഞാൻ പറയുന്നത്, നമ്മൾക്ക് എന്താ പറയുക, നമ്മൾ വിദേശത്ത് പോകുമ്പോൾ ഒന്നെങ്കിൽ ഹസ്ബൻഡിനും വൈഫിനും 2 പേർക്ക് ജോലി ഉണ്ടെങ്കിൽ ഈ കുടുംബത്തെ മൊത്തത്തോടെ കൊണ്ടുപോകാവുള്ളൂ. അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾ പെട്ടുപോകും, അല്ലെങ്കിൽ ഇതുപോലെ ഹസ്ബൻഡുമാർ പെട്ടുപോകും, അല്ലെങ്കിൽ ഭാര്യമാർ പെട്ടുപോകും. ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥകൾ വരും. അപ്പോൾ അതിൽ നിന്നൊക്കെ കരകയറണമെങ്കിൽ 2 പേർക്കും ജോലി ഉണ്ടാകണം. കുറച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുപോയാൽ മതി. എന്തിനാണ് ഈ തിരക്കാക്കുന്നത്? ആദ്യം നമ്മുടെ സേഫ്റ്റി നോക്കണം. അപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പം നമുക്ക് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, അപ്പോൾ അവരോടൊക്കെ ഞാൻ പറയുന്ന കാര്യമുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ആദ്യം ഒരു 2 മാസത്തെ സാലറി നിങ്ങൾ സേവിങ്സ് ആക്കി വെക്കണം. നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം. കാരണം എപ്പോഴും എന്താ വിഷയങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അറ്റ്ലീസ്റ്റ് നമുക്ക് പ്ലെയിൻ ടിക്കറ്റ് എടുത്ത് കയറി വരാനുള്ള ഒരു പൈസയെങ്കിലും നിങ്ങൾ സേവിങ്സ് ആക്കിയിട്ട് അവിടെ വെക്കണം. എന്നിട്ട് നിങ്ങൾ കളിക്കാൻ ഇറങ്ങാവുള്ളത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതൊരു നല്ല കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എപ്പോഴാണ് എന്താ വിഷയം, ഇപ്പം നമ്മൾക്കറിയാം യുക്രൈനിൽ ഒത്തിരി പിള്ളേരെ അങ്ങോട്ട് പഠിക്കാൻ വിട്ടു, ഒത്തിരി പിള്ളേരെ മെഡിസിന് പഠിക്കാനും ഇതിനൊക്കെ ആയിട്ട് കയറ്റി വിട്ടു. അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ അവിടെ ഇത് നടക്കുക, അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എല്ലാം കയറി പോരേണ്ടി വന്നു. കയറി പോരാൻ വേണ്ടിയിട്ട് അവരനുഭവിച്ച കഷ്ടപ്പാടും അവരുടെ വീട്ടുകാരനുഭവിച്ച വേദനയും ഒക്കെ അത് കണ്ടവർക്കറിയാം, കേട്ടവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എത്രയായിരുന്നെന്ന്. അപ്പോൾ അങ്ങോട്ട് കയറ്റി വിട്ടു. അത് കഴിഞ്ഞിട്ട് എന്ത് കിടപ്പാടൊക്കെ വിട്ടിട്ടായിരിക്കും അങ്ങോട്ട് കയറ്റി വിട്ടേക്കുന്നത്. അങ്ങോട്ട് കയറ്റി വിട്ടപ്പോൾ ആ ഒരു വിഷയം അവിടെ വന്നു. അത് ആരും വരുത്തിയതല്ല, അതൊക്കെ സ്വാഭാവികമായിട്ട് അവിടെ വന്നു പോയതായി, പെട്ടെന്ന് വന്നു പോയതാണ്. അപ്പോൾ അവിടുന്ന് ഊരി വരാൻ വേണ്ടിയിട്ട് ആ പിള്ളേർ പെട്ട പാട്. പിന്നെ ഇനി അവർക്ക് അടുത്ത സ്ഥലത്ത് അവിടുത്തെ ആ എക്സാമിൻ്റെ ഒക്കെ അത്രയേ ഉള്ളൂ, അവരുടെ അവിടുത്തെ തീർന്നു. ഇനി വേറൊരു സ്ഥലത്തെ എക്സാമിൻ്റെ അവർക്ക് എന്ത് ചെയ്യണം? അഡ്മിഷനൊക്കെ എടുക്കാൻ ശ്രമിച്ച് അവർ അതിന് വേണ്ടിയിട്ടുള്ള ട്രൈ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൈസ ഉള്ളവർക്ക് ഒരു പരിധി വരെയൊക്കെ അത് നടക്കും. പക്ഷേ കിടപ്പാടമൊക്കെ വിറ്റ് പോയവർ എന്ത് ചെയ്യും? അവർ വഴിയാധാരമാകാൻ പോകുന്ന അവസ്ഥകളാണ് കാണുന്നത്. ഇനി അവിടുന്ന് MBBS ഒക്കെ പഠിച്ചിറങ്ങി വന്നിട്ടോ ഇവിടെ അതിന് ഇതുണ്ടോ? ഇവിടെ പിന്നെ ഇവിടുത്തെ എക്സാം എഴുതി കഴിഞ്ഞാൽ അവർക്ക് അതിന് വാലിഡ് ആയിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഈ പിള്ളേരെ അങ്ങോട്ട് വിട്ടുള്ള പൊങ്ങച്ചം കാണിക്കാതിരിക്കുക. അതിനകത്തൊന്നും വലിയ കഥയില്ല. അതൊക്കെ പണ്ടായിരുന്നു ഈ വിദേശം എന്നൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർ ഈ ചാടി വീഴുന്നത്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. പിള്ളേർ ഇവിടെ പഠിച്ചാലും നല്ല നിലയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു നല്ല ഫ്യൂച്ചർ ഉണ്ടാകും, അവർക്ക് നല്ലൊരു റെസ്പെക്റ്റ് കിട്ടും. അതാണ് അതിനകത്തെ കാര്യം. അല്ലാതെ വിദേശത്ത് പഠിച്ച് ഇപ്പം നമ്മൾക്കറിയാം ഇവിടുത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ നല്ല ഒന്നാം തരമായിട്ട് ഇംഗ്ലീഷ് പറയും. അതിന് അങ്ങോട്ട് പോകണമെന്നൊന്നുമില്ല, വിദേശത്തോട്ട് പോകണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. നമ്മൾ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതിരിക്കുക. നമ്മുടെ ഇന്ത്യ തന്നെയാണ് എന്തുകൊണ്ട് നമ്മൾക്ക് നല്ലത്. അത് നമ്മൾ ആദ്യം തിരിച്ചറിയുക. പിന്നെ നമ്മൾ ഈ പൊങ്ങച്ചത്തിന് വേണ്ടിയാണ് പോകുന്നെങ്കിൽ അതിനകത്ത് ഒരു കഥയുമില്ല. കാരണം പണ്ടൊക്കെ ആയിരുന്നു ഈ പൊങ്ങച്ചക്കാരുടെ പുറകെ ആൾക്കാർ നടക്കുന്നത്. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ആൾക്കാർ അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ കാണിക്കുന്ന പൊങ്ങച്ചങ്ങൾ നിങ്ങൾക്ക് മാത്രമേ ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്നുള്ളൂ. അത് വേറെ ആൾക്കാർക്ക് ഒരു സാറ്റിസ്ഫാക്ഷനും ലഭിക്കുന്നില്ല. അവരതിനകത്ത് വലിയ വിലയൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. പ്രാരാബ്ധങ്ങളുടെ പുറത്ത് അല്ലെങ്കിൽ ജോലിയോടനുബന്ധിച്ചൊക്കെ പോയവർ ക്ഷമിക്കുക, ഞാൻ നിങ്ങളെ അല്ല പറഞ്ഞത്, ഞാൻ പൊതുവെ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. നിവൃത്തി ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകാതിരിക്കുക. ഇവിടെ തന്നെ ജീവിക്കാനുള്ള സെറ്റപ്പ് ഉള്ളവർ ഇവിടെ തന്നെ ജീവിക്കുക, ഇവിടെ തന്നെ മക്കളെ പഠിപ്പിക്കുക. ഇപ്പോൾ നഴ്സുമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിദേശത്ത് പോയാലേ ജോലി സാധ്യതകളും കൂടുതൽ സാലറിയും ഒക്കെ കൂടുതലായിട്ട് ലഭിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷേ ഫാമിലിനെയും കൊച്ചു പിള്ളേരെയും ഒക്കെ എടുത്തോണ്ട് പോകുന്നതിന് മുന്നേ ആദ്യം ഒന്ന് നിങ്ങൾ സെറ്റിൽ ചെയ്യുക. അതിനുശേഷമേ ഇവരെയൊക്കെ കൊണ്ടുപോകാവുള്ളൂ. ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ദാരുണ സംഭവങ്ങളൊക്കെ നമ്മൾക്കറിയത്തില്ല. മനുഷ്യൻ്റെ ജീവിതം അത്രയേ ഉള്ളൂ. എപ്പോഴാണ് നമ്മൾ താഴോട്ട് വീഴുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ അതൊക്കെ എല്ലാം മുൻകൂട്ടി കണ്ടിട്ട് വേണം നമ്മൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും. ഒന്നും സംഭവിക്കത്തില്ല. ഒരു 100 വയസ്സ് വരെ എനിക്ക് ആയുസ് ഉണ്ടെന്നുള്ള രീതിയിൽ ആരും കളിക്കരുത്. കാരണം ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ല. കുഴഞ്ഞു വീഴുന്നു, ചെറുപ്പക്കാർ വരെ ഉള്ളവർ, കൊച്ചു കുട്ടികൾ വരെ കുഴഞ്ഞു വീഴുന്നു. അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു. പിന്നെ വഴിയൊക്കെ ചുമ്മാ നടന്നു പോകുമ്പോഴായിരിക്കും ഏതെങ്കിലും തലതിരിഞ്ഞവൻ വന്ന് നമ്മളെ ഇടിച്ച് തെറിപ്പിച്ചിട്ടിട്ട് പോകുന്നത്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒന്നിനും നമ്മൾക്കൊരു എന്താ പറയുക, ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് വിദേശത്തുള്ളവരൊക്കെ എൻ്റെ ഒരു കൊച്ചു ഉപദേശം, നിങ്ങൾക്ക് യൂസ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക.
വെക്കുക. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഉടനെ ഫാമിലിനെ കെട്ടി എഴുന്നള്ളിക്കാൻ അല്ലെങ്കിൽ ബന്ധുക്കളെ സുഹൃത്തുക്കളെയൊക്കെ കെട്ടി എഴുന്നള്ളിക്കുന്നതിന് മുൻപേ നിങ്ങളുടെ കാര്യമൊന്ന് ഉറപ്പ് വരുത്തുക. അതായത് സേഫ് ആക്കുക. ഒരു 2 മാസത്തെ സാലറി എങ്കിലും നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. കാരണം എന്തെങ്കിലും വിഷയങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ഒന്ന് കയറി വരാനുള്ള പൈസയെങ്കിലും നിങ്ങളുടെ കയ്യിൽ വേണം. ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിവൃത്തി ഉണ്ടെങ്കിൽ അങ്ങോട്ട് നിങ്ങൾ ആൾക്കാരെ കൊണ്ടുപോകാതിരിക്കുക. നിങ്ങൾ അങ്ങോട്ട് പോകാതിരിക്കുക, ഇവിടെ തന്നെ സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ചിലരുണ്ട് അവിടെ തന്നെ അങ്ങ് സെറ്റിൽ ആകാമെന്ന് പറഞ്ഞ് അവിടെ തന്നെ ലോൺ എടുത്ത് വീട് മേടിക്കുക. പിന്നെ ആ ലോൺ അടയ്ക്കാൻ വേണ്ടി അവിടെ കിടന്നിട്ട് പെടാപ്പാട് പെടുക. കുറച്ച് പതിയെ കുറച്ച് ടൈം എടുത്ത് വീടൊക്കെ മേടിച്ചാൽ പോരെ. എന്തിനാണ് ഈ ലോണൊക്കെ എടുത്ത് വീട് മേടിക്കാൻ പോകുന്നത്? പിന്നെ അവസാനം അതിൻ്റെ പുറകെ കിടന്ന് തൂങ്ങണം. ഇനിയിപ്പോൾ ആരുടെങ്കിലും ഒരാളുടെ വരുമാനം വെച്ചിട്ടാണ് ഈ വീടൊക്കെ ലോൺ എടുത്ത് മേടിക്കുന്നെങ്കിൽ, അതും വിദേശത്തൊക്കെ ചെയ്യുന്നതെങ്കിൽ ബാക്കിയുള്ളവർ പെട്ടുപോകും. നിങ്ങൾ കൊണ്ടുപോയിരിക്കുന്ന ആൾക്കാർ, ആ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയൊക്കെ പെട്ടുപോകും. ആ ഒരു അവസ്ഥയെ നിങ്ങൾ എപ്പോഴും മുൻകൂട്ടി കാണുക. മനുഷ്യൻ്റെ കാര്യം അത്രയേ ഉള്ളൂ. എന്താ പറയുക, പൊക്കത്തിലൂടെ എടുക്കുന്ന ശ്വാസം താഴോട്ട് വന്നില്ലെങ്കിൽ തീരാവുന്നതേ ഉള്ളൂ. അത് എല്ലാവരുടെയും കാര്യത്തിൽ അത്രയാണ്. അതുകൊണ്ട് പൊങ്ങച്ചം കളിക്കുന്നതിന് മുൻപേ കുറച്ചും കൂടി ബുദ്ധിപൂർവ്വം ചിന്തിക്കുക. എല്ലാവരും പൊങ്ങച്ചം കളിക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞു വെച്ചത്. നമ്മൾ എപ്പോഴും ചിന്തിക്കുക. ഓരോ കാര്യങ്ങളിലും നമ്മൾ ബുദ്ധിപൂർവ്വം മുന്നോട്ട് പോവുക. ഇല്ല എങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ കാര്യം ഓർത്തിട്ട് ഭയങ്കര ടെൻഷനാണ്. അദ്ദേഹം സേഫായിട്ട് അങ്ങ് പോയി, പക്ഷേ ആ പിള്ളേരുടെ അവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അവർ UK പോലുള്ള കൺട്രീസിൽ അദ്ദേഹത്തെ അന്വേഷിച്ചിറങ്ങാൻ സുഹൃത്തുക്കളും അയൽക്കാരും ഒക്കെ വന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ ആ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട്, അവരുടെ ബോഡിയോടൊപ്പം ആ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് കയറ്റി അയക്കുമെന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ എല്ലാ കൺട്രീസിലും അതുപോലെയുള്ളൊരു സാഹചര്യം ഒന്നും ലഭിച്ചു എന്ന് വരില്ല. ഇപ്പം നമ്മൾക്കറിയാം, ആൾക്കാരൊക്കെ സ്വാർത്ഥരായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരാൾ നമ്മളെ സഹായിക്കാൻ വരുമെന്നുള്ള ഒരു മിഥ്യാധാരണയിലൊന്നും നമ്മൾ ജീവിക്കരുത്. അപ്പോൾ നമ്മുടെ കാര്യം മാത്രമല്ല, നമ്മുടെ കൂടെയുള്ളവരുടെയും സേഫ്റ്റി നമ്മൾ നോക്കണം എന്ന് ഈ അവസരത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും ആ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി എത്തിക്കട്ടെ. വളരെ ദാരുണ സംഭവമാണ്. ആ മരിച്ചുപോയ 2 പേർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.